കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ആ ഒരു പാഠഭാഗത്തു നിന്നും നമ്മളെന്താണ് കൃഷിയും തൊഴിൽ കൂട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ബോക്സിലായിട്ട് പാഠഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു മുത്തശ്ശി അക്കാലത്തെ വിത്തുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൃഷിയിലേക്കും തൊഴിൽ കൂട്ടങ്ങളിലേക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അക്കാലത്ത് കൃഷി ചെയ്തിരുന്നു. വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അക്കാലത്ത് കൃഷി ചെയ്തിരുന്നു. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ച പ്രധാന വിള. ആ കാലഘട്ടത്തിൽ വയലിലും പറമ്പിലും പുരയിടങ്ങളിലും മലമ്പ്രദേശങ്ങളിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ച പ്രധാനപ്പെട്ട വിള. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട വിള. പറമ്പുകളിൽ നെല്ല്, ചാമ, മുതിര, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിളയിച്ചിരുന്നു. പറമ്പുകളിൽ നമ്മളിപ്പോൾ പറമ്പ്, പുരയിടം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരേ സ്ഥലത്തിന് തന്നെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പറയാറ്. പക്ഷെ അക്കാലത്ത് വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഭൂമിയാണ് കേട്ടോ. അവിടെ പ്രധാനമായിട്ടും നെല്ലായിരുന്നു വയലിലുണ്ടായിരുന്നതെങ്കിൽ പറമ്പുകളിൽ നെല്ലും ചാമയും മുതിരയും കിഴങ്ങുവർഗ്ഗങ്ങളും ഒക്കെ വിളയിച്ചിരുന്നു. തെങ്ങ്, കമുങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ പറമ്പുകളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോൾ പറമ്പുകളിൽ നെല്ല്, ചാമ, മുതിര, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ, ഒപ്പം തെങ്ങ്, കമുങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയെല്ലാം പറമ്പുകളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. മലമ്പ്രദേശത്ത് മലനെല്ലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. മലമ്പ്രദേശത്ത് മലനെല്ലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. മലമ്പ്രദേശത്തെ കാട്ടുവിഭവങ്ങളും അക്കാലത്ത് ശേഖരിച്ചിരുന്നു. മലമ്പ്രദേശത്ത് മലനെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കാട്ടുവിഭവങ്ങളും അക്കാലത്ത് ശേഖരിച്ചിരുന്നു. ഇടവപ്പാതിയെയും തുലാവർഷത്തെയും ആശ്രയിച്ചുള്ള കൃഷികളാണ് അന്നുണ്ടായിരുന്നത്. അക്കാലത്ത് ഇടവപ്പാതിയെയും തുലാവർഷത്തെയും ആശ്രയിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. കാരണം മഴക്കാലത്താണ് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നത്. അതുപോലെ മഴയുടെ കാലം നോക്കി വേണം നമ്മൾ എപ്പോഴും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. കൃത്യമായ രീതിയിൽ വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്കാലത്ത് ഇടവപ്പാതിയെയും തുലാവർഷത്തെയും ആശ്രയിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. ഇടവപ്പാതി എന്ന് പറയുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയും അതുപോലെ വടക്കു കിഴക്കൻ മൺസൂണിനെയും ആശ്രയിച്ചാണ് അക്കാലത്ത് കൃഷി ചെയ്തിരുന്നത്. ചാണകവും പച്ചിലകളും അടങ്ങിയ ജൈവവളമാണ് അക്കാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. ചാണകവും പച്ചിലയും ഒക്കെ അടങ്ങുന്ന ജൈവവളമാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പെരുമാക്കന്മാരുടെ ഭരണവും നാടുവാഴികളും സ്വരൂപങ്ങളും അതുപോലെ നികുതി അല്ലെങ്കിൽ പാട്ടം ഇക്കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൃഷിയെയും തൊഴിൽ കൂട്ടങ്ങളെയും പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ അക്കാലത്ത് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നെല്ലായിരുന്നു വയലിലെ പ്രധാന കൃഷിയെങ്കിൽ പറമ്പുകളിലേക്ക് വരുമ്പോൾ നെല്ല്, ചാമ, മുതിര, കിഴങ്ങുവർഗ്ഗങ്ങൾ, തെങ്ങ്, കമുങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങൾ ഇവയെല്ലാം പറമ്പുകളിൽ കൃഷി ചെയ്തിരുന്നു. മലമ്പ്രദേശത്ത് മലനെല്ലായിരുന്നു ഉൽപ്പാദിപ്പിച്ചത്. അതോടൊപ്പം കാട്ടുവിഭവങ്ങളും അക്കാലത്ത് മലമ്പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടിയിട്ട് ഇടവപ്പാതിയെയും തുലാവർഷത്തെയുമാണ് ആശ്രയിച്ചിരുന്നത്. അത് നോക്കിയിട്ടാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടവപ്പാതി എന്ന് പറയുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണും തുലാവർഷം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണും. ചാണകവും അതുപോലെ പച്ചിലകളൊക്കെ അടങ്ങിയ ജൈവവളങ്ങളുമാണ് അക്കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട ജനസമൂഹം കേരളത്തിൽ രൂപം കൊള്ളുകയും അവ പിന്നീട് ഓരോ ജാതികളായിട്ട് പരിണമിക്കുകയൊക്കെ ചെയ്തത് മധ്യകാല കേരളത്തിലാണ്. മധ്യകാല കേരളത്തിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായല്ലോ. ആ തൊഴിൽ കൂട്ടങ്ങൾ അവ ഓരോ ജാതിയായിട്ട് മാറിയതും മധ്യകാലത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇത്രയേ പറഞ്ഞുള്ളൂ. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട ജനസമൂഹം കേരളത്തിൽ രൂപം കൊണ്ടതും അവർ ഓരോ ജാതിയായിട്ട് പരിണമിച്ചതുമൊക്കെ മധ്യകാലത്താണ്. അങ്ങനെ വിവിധ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായില്ലേ? ആ തൊഴിൽ കൂട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഒന്ന്. എന്താണ്? കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഒന്ന്. കരകൗശല ലോഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് മറ്റൊരു വിഭാഗം. കച്ചവടവുമായി ബന്ധപ്പെട്ടവരാണ് മറ്റൊരു കൂട്ടർ. തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് മറ്റൊരു വിഭാഗം. ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് വേറെ ഒരു തൊഴിൽ കൂട്ടം എന്ന് പറയുന്നത്. നാടുവാഴി സ്വരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അപ്പം വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ കൂട്ടങ്ങൾ മധ്യകാല കേരളത്തിൽ രൂപപ്പെടുകയുണ്ടായി. ഈ തൊഴിൽ കൂട്ടങ്ങളൊക്കെ ഭാവിയിൽ ജാതികളായിട്ട് മാറപ്പെടുകയും ചെയ്തു, ജാതികളായിട്ട് പരിണമിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്ന ഒരാൾ, അയാളുടെ പിൻതലമുറക്കാർ അതേ തൊഴിൽ തന്നെ പിന്തുടർന്ന് പോരുവാനൊക്കെ തുടങ്ങിയത് മധ്യകാല കേരളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നീട് അതൊരു ജാതിയായിട്ട് ക്രമേണ അങ്ങ് പരിണമിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗം തൊഴിൽ കൂട്ടമുണ്ടായിരുന്നു. കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗം തൊഴിൽ കൂട്ടമുണ്ടായിരുന്നു. കരകൗശല ലോഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഭാഗം. കരകൗശല ലോഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഭാഗം. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇനിയൊരു വിഭാഗം എന്ന് പറയുന്നത്. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് മറ്റൊരു വിഭാഗം. തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് മറ്റൊരു വിഭാഗം. തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ. ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ കൂട്ടമുണ്ടായിരുന്നു. അതുപോലെ നാടുവാഴി സ്വരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ കൂട്ടങ്ങളാണ് മധ്യകാല കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മധ്യകാല കേരളത്തിൽ വിവിധങ്ങളായ തൊഴിൽ കൂട്ടങ്ങളുണ്ടായി. കൃഷിയെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായ തൊഴിൽ കൂട്ടങ്ങളുണ്ടായി. ഈ തൊഴിൽ കൂട്ടങ്ങൾ ഈ തൊഴിൽ കൂട്ടങ്ങൾ ക്രമേണ ജാതികളായിട്ട് പരിണമിച്ചു. ഒരു തലമുറയിൽപ്പെട്ട ആൾ ഒരു തൊഴിൽ ചെയ്യുന്നെങ്കിൽ അയാളുടെ പിൻതലമുറക്കാരൊക്കെ അയാൾ ചെയ്ത അതേ തൊഴിൽ തന്നെ പിന്തുടരാനായിട്ട് തുടങ്ങി. അങ്ങനെ ജാതിയായിട്ട് അങ്ങ് പരിണമിക്കുകയും ചെയ്തു. ഇതൊക്കെ മധ്യകാല കേരളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് തൊഴിൽ കൂട്ടങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവർ. കരകൗശല ലോഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് മറ്റൊരു വിഭാഗം. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടവർ, തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടവർ, ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, നാടുവാഴി സ്വരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ. ഇത്രയുമാണ് വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ കൂട്ടങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക തൊഴിൽ ചെയ്തവരുടെ പിന്മുറക്കാരും അതേ തൊഴിൽ പിന്തുടർന്നു. ഒരേ ജോലികൾ ചെയ്തു പോകുന്നവരുടെ കൂട്ടങ്ങൾ ക്രമേണ ഒരേ ജാതിയായിട്ട് പരിണമിച്ചു. ഒരേ ജോലി ചെയ്യുന്ന ഒരു 50 പേരുണ്ടാവും. അവരുടെ ആ കൂട്ടം പിന്നീട് ക്രമേണ അതൊരു ജാതിയായിട്ടങ്ങ് പരിണമിക്കുകയാണ് ഉണ്ടായത്. വയലിൽ കൃഷി ചെയ്തിരുന്ന അടിയാളർ മധ്യകാലത്തെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലും ബ്രാഹ്മണർ ഏറ്റവും മുകളിലായിരുന്നു. ബ്രാഹ്മണർ എങ്ങനെയാണ്? ബ്രാഹ്മണർ തൊഴിൽ തട്ടിൽ ഏറ്റവും ഉയർന്ന ജാതിയായിട്ട് മാറി. ഏറ്റവും ആദ്യത്തത് അവരായി. അടിയാളർ അവർ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിട്ട് മാറി. അടിയാളർ ഏറ്റവും താഴെയുമായി, അതുപോലെ ബ്രാഹ്മണർ ഏറ്റവും ഉയർന്ന തട്ടിലുമായിട്ട് മാറ്റപ്പെട്ടു. അങ്ങനെ അതൊരു ജാതി ശ്രേണിയിലും അടിയാളർ ഏറ്റവും താഴ്ന്ന ജാതിയായിട്ട് മാറി. അത് തൊഴിലെടുത്ത് നോക്കുകയാണെങ്കിൽ തൊഴിലിലും അടിയാളർ ഏറ്റവും താഴെ തട്ടിലായിട്ട് മാറി. ബ്രാഹ്മണർ ഏറ്റവും ഉയർന്ന തട്ടിലുമായിട്ട് കാലത്ത് മാറ്റപ്പെട്ടു. കുലത്തൊഴിലിനനുസരിച്ച് മറ്റു ജാതികളുടെ സ്ഥാനം ഈ രണ്ട് തട്ടുകൾക്കും ഇടയിലായിട്ട് മാറി. കുലത്തൊഴിലിനനുസരിച്ച് ബാക്കി ജാതികളെന്ന് പറയുന്നത് ഈ ബ്രാഹ്മണർ ഏറ്റവും മുകളിലും അതുപോലെ അടിയാളർ ഏറ്റവും താഴെയാണെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലായിട്ട് മറ്റ് ജാതികളുടെയൊക്കെ സ്ഥാനം ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് മാറ്റപ്പെട്ടത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ
ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങളും വളർന്നു വന്നത് മധ്യകാല കേരളത്തിലാണ്. എന്ത്? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങളും വളർന്നു വന്നത് മധ്യകാല കേരളത്തിലാണ്. അതുപോലെ ഈ ഒരു സമയത്താണ് എന്താണ് മണ്ണിൻ്റെ ഉടമകളായിരുന്നവർ അവർ മേൽജാതിക്കാരാണെന്ന് സ്വയം കണക്കാക്കുകയും മണ്ണിൽ പണിയെടുക്കുന്നവരും കുലത്തൊഴിൽ ചെയ്യുന്നവരും കീഴ്ജാതിക്കാരാണെന്ന് എന്താണ് അങ്ങനെ കരുതി അവരെ പരിഗണിക്കുകയും ചെയ്തത് ഈ മധ്യകാല കേരളത്തിലാണ്. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടെ ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്തി. എന്താണ്? മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടുകൂടി എന്താണ് ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്തി. ഇതോടെ കുലത്തൊഴിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജാതി എന്നത് ജന്മനാൽ രേഖപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറ്റപ്പെട്ടു. നമ്മൾ മധ്യകാല കേരളത്തിൽ കണ്ടു എങ്ങനെയാണ് ജാതി രൂപപ്പെട്ടതെന്ന്. മധ്യകാല കേരളത്തിൽ ഒരുപാട് തൊഴിൽ കൂട്ടങ്ങളുണ്ടായിരുന്നു. ആ തൊഴിൽ കൂട്ടങ്ങളിലുള്ളവർ, നിശ്ചിത തൊഴിൽ ചെയ്യുന്നവർ, അവരുടെ പിന്മുറക്കാരെന്താണ് അതേ തൊഴിൽ തന്നെ ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം കൂടെ കൂട്ടം എന്താണ് ഒരു ജാതിയായിട്ട് അങ്ങനെ പരിണമിക്കുകയുണ്ടായി. അത് പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ എന്താണ് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ എന്താണ് ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി. അതിപ്പോൾ കുലത്തൊഴിൽ ചെയ്തില്ലെങ്കിലും അവരെന്താണ് ജന്മന അവർക്ക് ജാതിയുടെ ഒരു ലേബൽ കിട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ആയപ്പോഴേക്കും കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി.